Hi students, നമ്മുടെ question paper discussion start ചെയ്യുവാണ്. Question number 1, x is equal to 280 and y is equal to 80 square, then d square y by dx square is equal to. നമുക്ക് തന്നിരിക്കുന്ന രണ്ടെണ്ണം x is equal to 280യും y is equal to 80 square ആ. ഇത് പാരാബോളയുടെ പാരാമെട്രിക് ഫോം ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇത് കണ്ടുപിടിക്കാനായിട്ടെ ഈ എക്സിനകത്ത് ഞാൻ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കും, എക്സ് ബൈ 2a. ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ y is equal to a into x by 2a ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 4a സ്ക്വയർ എന്ന് കിട്ടും. ശരിയാണോ? സി ഈ എയും ഈ എ സ്ക്വയറും ക്യാൻസൽ ആയപ്പം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വൈയുടെ ടൈമിൽ, കാരണം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ വൈയുടെ ടൈമിൽ കണ്ടുപിടിക്കാനാണ് നല്ലത്. y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a എന്ന് കിട്ടും. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 1/4a ഇൻറ്റു 2x എന്ന് കിട്ടും. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ 1/4a ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് കിട്ടും. 1/2 എന്നാകും. 1/2 എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. A die is thrown once if E is the event that the number appearing is a multiple of 3 and F is the event that the number appearing is even, then the incorrect option is. നമുക്ക് ടോട്ടൽ 1 2 3 4 5 6 ആണ്. ശരിയല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് ഇ ഈസ് എൻ ഇവൻറ്റ് സച്ച് അപ്പിയറിംഗ് ദ നമ്പർ അപ്പിയറിംഗ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3 ഏതൊക്കെ ഉണ്ട് പിള്ളേരെ? 3യും 6ഉം ഉണ്ട്. 2/6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. ഇപ്പോൾ ഇതല്ല ആൻസർ, കാരണം ഇത് കറക്റ്റ് ആണ്. പി ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്പർ അപ്പിയറിംഗ് ഈസ് ഈവൻ എന്ന് പറയുന്നത് 2ഉം 4ഉം 6ഉം ഉണ്ട്. 3/6 എന്ന് പറയുന്നത് 1/2. അപ്പോൾ ഇത് വല്ല ആൻസർ, അതും കറക്റ്റ് ആണ്. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പം ഈവനും ആയിരിക്കണം, മൾട്ടിപ്പിൾ ഓഫ് 3യും ആയിരിക്കണം. 1/6 എന്ന് പറയുന്നത് ഇതും തെറ്റാണ്. ശരിയല്ലേ? 1/6 എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇത് ആൻസർ കറക്റ്റ് ആണ്. നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇയും എഫും ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എഫും ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ് അല്ല, അപ്പോൾ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 10 eggs are drawn successively with a replacement from a lot of containing 10% defective eggs. The probability that there is at least one defective egg is. നമുക്ക് കണ്ടുപിടിക്കാനേ, ഇപ്പോൾ 10% അല്ലേ ഡിഫക്റ്റീവ് എഗ് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നമുക്ക് ടോട്ടലിനകത്ത് 10% ഡിഫക്റ്റീവാണ്. ശരിയല്ലേ? സോ ഡിഫക്റ്റീവ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് എഡ്ജ് എന്ന് പറയുന്നത് 10/100. അതായത് ഈക്വൽ ടു 1/10. നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് വൺ ഡിഫക്റ്റീവ്. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഓൾ ഗുഡ്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഓൾ ഗുഡ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഡിഫക്റ്റീവ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗുഡ് എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? 1 മൈനസ് 1/10. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 9/10 എന്ന് കിട്ടും. 9/10 റേസ് ടു എത്ര ടൈംസും കിട്ടണം? 10 ടൈംസും കിട്ടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻10 മൈനസ് 9⁻10 ഡിവൈഡഡ് ബൈ 10⁻10 ആണ് നമ്മുടെ ആൻസർ. 10⁻10 മൈനസ് 9⁻10 ഡിവൈഡഡ് ബൈ 10⁻10 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. m is the degree and n is the order of the given differential equation, then m minus n is equal to അല്ലെങ്കിൽ m plus n is equal to അല്ലെങ്കിൽ എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ നോക്കാവേ. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ x-5നെ റൈറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഓർഡർ 3യും ഡിഗ്രി 2മാണ്. കാരണം ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3യും അതിൻ്റെ പവർ 2മാണ്. ശരിയല്ലേ? സോ ഓർഡർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എം ഡിഗ്രി എൻ ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ m മൈനസ് n എന്ന് പറയുന്നത് എ അല്ല, m പ്ലസ് n എന്ന് പറയുന്നത് 3 + 2 5 ആണ്. ശരിയല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. The differential equation representing the family of curves y is equal to m into x minus d, where m and d are arbitrary constancies. y is equal to mx minus d എന്നാണ്, ഓർ mx മൈനസ് എം ഡി എന്ന് കാണും. ശരിയല്ലേ? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എം എന്ന് കിട്ടും. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എം. ആർബിട്രറി കോൺസ്റ്റൻസ് നമുക്ക് ഒഴിവായി പോയിട്ടില്ല. ആർബിട്രറി കോൺസ്റ്റൻസ് 2 ഉണ്ട്. അപ്പോൾ നമുക്ക് dy ബൈ ഡി എക്സിൽ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഒരു ഡിഫറൻസിയേഷനും കൂടെ നടത്തേണ്ടി വരുമായിരിക്കും. പക്ഷേ d² y ബൈ ഡി എക്സ് സ്ക്വയർ എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് 0യും കിട്ടും. ശരിയല്ലേ? അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും?
ഡി വൈ ബൈ ഡി എക്സ് ഞാൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് നോക്കാം. വൈ ഈസ് ഈക്വൽ ടു എം എത്രയാണ്, ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എന്ന് കിട്ടും. ശരിയാണോ? ഇതിൽ ഡി ഒഴിവായി പോകണമെങ്കിൽ ഒന്നുകിൽ ഡി നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഡി അപ്പുറത്തെ സൈഡ് ഇട്ടിട്ട് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡിലേക്ക് പോകണം. ശരിയല്ലേ? ആ രണ്ടും ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചോയ്സ് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേനും 0 കിട്ടിക്കോളും. ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് മാത്രമേ കിട്ടിയുള്ളൂ. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സിഗൽ 0 എന്ന് പറയുന്നത് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് എടുക്കാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ്റഗ്രൽ 1 to 2 ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4+1 നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പറ്റുമോ നോക്കാം. 1 ബൈ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 4+1നെ 1 ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് റേസ് ടു 4+1 ഇത് എക്സ് റേസ് ടു 4+1 ആകും. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സ് ക്യൂബ് കൊടുത്താൽ പോരെ. ഇൻ്റഗ്രൽ ഡി എക്സ് ശരിയല്ലേ എന്ന് നോക്കി. എക്സ് റേസ് ടു 4+1 മൈനസ് എക്സ് റേസ് ടു 4 എക്സ് റേസ് ടു 4 ക്യാൻസൽ ആയിപ്പോൾ 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് ആണ്. ഓക്കെ, മൈനസ് ഇതിന് ഡിഫറൻസ് നമുക്ക് യു കൊടുത്താൽ യു ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4+1 കൊടുത്താൽ ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 4x ക്യൂബ് കിട്ടും. ഓർ ഡി യു ബൈ 4 ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് കിട്ടും. ഇപ്പോൾ ഈ മണ്ടയ്ക്ക് കിടക്കുന്നത് 1 ബൈ 4 ഇൻറ്റു ഡി യു ബൈ യു ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് മൈനസ് 1 ബൈ 4 ഇൻറ്റു ലോഗ് മോഡ് യു എന്ന് കിട്ടും. യുവിൻ്റെ വാല്യൂ എക്സ് റേസ് ടു 4+1 ആണ്. നമുക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നു. ലിമിറ്റ് എത്രയായിരുന്നു? 1 to 2 ഉണ്ടായിരുന്നു. സോ ഇതിനകത്ത് 1 to 2 അപ്ലൈ ചെയ്യാം. ഇത് ലോഗ് 2 മൈനസ് 1 ബൈ 4 ഇൻറ്റു ലോഗ് 2 റേസ് ടു 4+1 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 2 2 4 4 8 2 16 17 ആണ്. ശരിയല്ലേ? മൈനസ് ഓഫ് ലോഗ് 1 0 ആണ്. മൈനസ് 1 ബൈ 4 ഇൻറ്റു ലോഗ് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് 2 മൈനസ് 1 ബൈ 4 ലോഗ് 17 പ്ലസ് 1 ബൈ 4 ലോഗ് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 4+1 എന്ന് പറയുന്നത് 3 ബൈ 4 ലോഗ് 2 മൈനസ് 1 ബൈ 4 ലോഗ് 17 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിൽ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ 3 ബൈ 4 മണ്ടയ്ക്കോട്ട് കൊടുത്താൽ 3 മണ്ടയ്ക്കോട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് 2 റേസ് ടു 3 എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ? 8. 1 ബൈ 4 ലോഗ് 8 മൈനസ് 1 ബൈ 4 ലോഗ് 3 ബൈ 4 അല്ലായിരുന്നു കേട്ടോ, എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇത് 5 ബൈ 4 അല്ലായിരുന്നു. 1 ബൈ 4 പ്ലസ് 1 എന്ന് പറയുന്നത് 5 ബൈ 4 ആയിരുന്നേ. സോ 1 ബൈ 4 ഇൻറ്റു ലോഗ് 2 റേസ് ടു 5 മൈനസ് 1 ബൈ 4 ഇൻറ്റു ലോഗ് 17 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 4 കോമൺ എടുത്താൽ ലോഗ് 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 32 ഡിവൈഡഡ് ബൈ 17 എന്ന് കിട്ടും. 1 ബൈ 4 ഇൻറ്റു ലോഗ് 32 ബൈ 17 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. നല്ല ചോദ്യമായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. If the area of the region in the first quadrant bounded by the curves y square is equal to 9x, x is equal to 2 and x is equal to 4 is. ഇതാണ് y square is equal to 9x കർവ്. ഓക്കെ, x is equal to 2 x is equal to 4 നമുക്ക് വേണം. ഇത് 4ഉം ഇത് 2 to 4 ആണല്ലോ അല്ലേ? 2ഉം 4ഉം ഇത് 2ഉം ഇത് 4ഉം കൊടുക്കാം. ശരിയല്ലേ? ഏരിയ ഓഫ് ദ റീജിയൻ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ മാത്രം മതി. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഏരിയ എന്ന് പറയുന്നത് ഇത്. ഓക്കെ, ഇത്രയും പോർഷൻ മാത്രം മതി. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇൻ്റഗ്രൽ 2 to 4 y dx, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 2 to 4 വൈയുടെ വാല്യൂ 3 root x dx. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കോമൺ എടുത്താൽ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് x റൈസ് ടു 3/2 ബൈ 3/2 ഓവർ 2 to 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ക്യാൻസൽ ആയിപ്പോൾ 2 ഇൻറ്റു
ആദ്യം 4 ഇട്ട് കൊടുത്താൽ 4/3/2 മൈനസ് 2/3/2 എന്ന് കിട്ടും. ശരിയല്ലേ? നമുക്ക് ഏരിയ അല്ലല്ലോ വേണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു √2 ഇതിനകത്ത് ആൻസറിൽ ഓപ്ഷനിലൊന്നും വരുന്നില്ലല്ലോ. ഇറ്റ് ഇസ് 2 × 4/√2 ഇത് 8 എന്ന് കിട്ടും മൈനസ് 2 അല്ലേ. 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 8, 8ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2√2 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 അകത്തേക്ക് മൾട്ടിപ്ലൈ 16 മൈനസ് 4√2 എന്ന് കിട്ടും. ശരിയാണോ? 16 മൈനസ് 4√2 എന്ന് കിട്ടിയാൽ എക്ക് നമുക്കൊരു 16 കിട്ടും, ബി എന്ന് പറയുന്നത് -4 കിട്ടും. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് 16 മൈനസ് 4 എന്ന് പറയുന്നത് 12 എന്നും കിട്ടും. 12 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. x plus y plus z is equal to 11, x plus z is equal to 6, y plus z is equal to 8. സോ x plus y plus z is equal to 11 എന്ന് കൊടുക്കാം. x plus z എന്ന് പറയുന്നത് 6 ആണ്, y plus z എന്ന് പറയുന്നത് 8 ആണ്. നമുക്ക് എക്സും വൈ സെഡും കണ്ടുപിടിക്കണം. x plus z എന്ന് പറയുന്നത് 6 ആണെങ്കിൽ y is equal to 11 - 6 5 എന്ന് കിട്ടും. y plus z എന്ന് പറയുന്നത് 8 ആണെങ്കിൽ x എന്ന് പറയുന്നത് 11 - 8 3 എന്ന് കിട്ടും. വൈയും എക്സും കിട്ടിയാൽ ഇത് രണ്ടും ഇതിനകത്ത് 8 5 13 ആണ്. ഇസഡ് എന്ന് പറയുന്നത് -2 എന്ന് കിട്ടും. ശരിയാണോ? 8 5 13, ഇസഡ് എന്ന് പറയുന്നത് -2 എന്ന് കിട്ടും. നമുക്ക് x plus 2y - 3z ആണ് വേണ്ടത്. എക്സ് എന്ന് പറയുന്നത് 8 പ്ലസ് 2 × y എന്ന് പറയുന്നത് 10 മൈനസ് ഇത് പ്ലസ് ആകും 6, 16 കിട്ടും 24 എന്ന് കിട്ടും. 24 എന്ന് പറയുന്നത് ഓപ്ഷനിലില്ല. അയ്യോ, ഞാൻ ചെയ്തെടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിയേ. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 11 ആണ്, എക്സ് പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 6 ആണ്, വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 8 ആണ്. സോ എക്സ് പ്ലസ് ഇസഡ് 6 ആകുമ്പോഴത്തേനും എക്സ് പ്ലസ് ഇസഡ് 6, അപ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 11 - 6 അല്ല പിള്ളേരെ, 6 5 11 ശരിയാണ്. വൈ പ്ലസ് ഇസഡ് 8 ആണ്. വൈ പ്ലസ് ഇസഡ് 8 എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് ഇസഡ് 8 കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ 11 - 8 8 3 അല്ലേ 11 3 ശരിയല്ലേ? അപ്പോൾ അത് രണ്ടും മാറിപ്പോയില്ലേ? ഇസഡിൻ്റെ വാല്യൂ മാറിപ്പോയില്ലേ? ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 3 8, ഈ 11 - 8 എന്ന് പറയുന്നത് 5 അല്ലേ, 8 5 അല്ലേ 13. അപ്പോൾ 5 5 10 10 3 അതെന്നാ പിള്ളേരെ? എക്സ് പ്ലസ് ഇസഡ് 6, എക്സും ഇസഡും കൂടെ ആഡ് ചെയ്താൽ 6. അപ്പോൾ വൈ എന്ന് പറയുന്നത് 11 - 6 5. ഓക്കെ, എക്സിൻ്റെ വാല്യൂ അതായത് വൈ പ്ലസ് ഇസഡ് 8 അപ്പുറത്തേക്ക് പോയാൽ 11 - 8 8 3 11. ഇത് 5 3 8, 8 നിന്ന് 11 - 8 എന്ന് പറയുന്നത് 8 3 അല്ലേ 11. അതെ, 5 3 8 8 3 11 ശരിയാണല്ലോ. അപ്പോൾ കുഴപ്പമില്ല. ശരി, സിംപ്ലിഫിക്കേഷൻ അറിയത്തില്ല അല്ലേ? എക്സ് പ്ലസ് 2y എൻ്റെ കാര്യമാണ് പറഞ്ഞത് -3z ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് 3 പ്ലസ് 2y എന്ന് പറയുന്നത് 10 - 9 4 കിട്ടും. 4 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, സക്സസ്. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 3t² + 5t + 6 ആൻഡ് y is equal to -4t² -4t³ -2t² + 5t + 7, the value of dy/dx is equal to, നമുക്ക് dy/dx എന്ന് പറയുന്നത് dy/dt / dx/dt ആണ്. that is equal to dy/dt എന്ന് പറയുന്നത് -12t² -4t + 5 ആണ്, ഡിവൈഡഡ് ബൈ dx/dt എന്ന് പറയുന്നത് 6t + 5 ആണ്. അതേതാ ഓപ്ഷനുള്ള? -12t² -4t + 5 അങ്ങനൊരു ഓപ്ഷൻ ഇല്ലേ? ഇല്ലല്ലോ. -12t² -4t ഇത് +5. എനിക്ക് തോന്നുന്നത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. ഇത് +5 ആണ് വേണ്ടത്. -12t² -4t + 5 ഡിവൈഡഡ് ബൈ 6t + 5. അതല്ലാതെ വേറെ ഓപ്ഷൻ ഇതൊന്നും കോമ്പാറ്റബിൾ അല്ല. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഒരു കറക്ഷൻ കൊടുത്തുകൊണ്ട് ചെയ്യാം. ശരിയല്ലേ? അടുത്ത ചോദ്യം, the interval in which the function f given by f of x is equal to x² - 4x + is strictly increasing. strictly increasing ആണെങ്കിൽ f' എന്ന് പറയുന്നത് > 0 ആയിരിക്കണം. f' എന്ന് പറയുന്നത് 2x - 4 > 0 എന്ന് പറഞ്ഞാൽ x > 2 എന്ന് കിട്ടും. x > 2 എന്ന് പറയുന്നത് 2 തൊട്ട് ഇൻഫിനിറ്റി വരെ, 2 to infinity എന്ന് പറയുന്ന ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, if y is equal to log 2x - (1 - x to the base e), then d²y/dx² at x is equal to 1/2. നമുക്ക് dy/dx എന്ന് കണ്ടുപിടിക്കാം. dy/dx എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ 2x / 1 - x ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ കോഷ്യൻ്റ് ഉള്ളൂ 1 - x ഇൻറ്റു 2 - 2x ഇൻറ്റു
minus 1 divided by 1 minus x the whole square, and that is equal to 1 minus x divided by 2x into the expand ചെയ്താൽ 2 minus 2x plus 2x divided by 1 minus x the whole square എന്ന് കിട്ടും. 2x minus 2x ക്യാൻസൽ ആയി പോകും. 1 minus x ഇതും ക്യാൻസൽ ആയി പോയതിനു ശേഷം 2 ക്യാൻസൽ ആയി പോയിട്ട് ഒരു 1 by x വരും. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 1 by x സ്ക്വയർ വരും. സോ മൈനസ് 1 by x സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 by 4 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. -4 ഓപ്ഷനിലുണ്ടോ? -4 ഓപ്ഷനിലില്ലേ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ ചോദിച്ചിരിക്കുന്നത്? 1 by 4 വരത്തില്ല, ഒരു മൈനസ് വരുമല്ലോ, ശരിയല്ലേ? 1 by x അല്ലേ കിട്ടുന്നത്. ഒന്നുകൂടെ സിംപ്ലിഫിക്കേഷൻ നടത്തി നോക്കാം. 2x ഡിവൈഡഡ് ബൈ 1 minus x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 2x ഡിവൈഡഡ് ബൈ 1 minus x ആണ്. ഓക്കെ, ഇൻറ്റു 1 ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ആണ്. സോ നമുക്ക് 2 അകത്തേക്ക് ഇത് റെസിപ്രോക്കൽ എടുക്കും. 1 minus x ഡിവൈഡഡ് ബൈ 2x എന്ന് കിട്ടും. ഇതിനകത്ത് അകത്തേക്ക് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ അകത്തേക്ക് കയറ്റിയാൽ 2 minus 2x plus 2x എന്ന് വരും. ഇൻറ്റു 1 minus x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 ആണ്. ഡിവൈഡഡ് ബൈ 1 minus x ദ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് വരും. സോ 1 minus x 1 minus ഓയ്യോ ഞാനൊരു ടൈം മറന്നു പോയല്ലേ. ഐ എം സോ സോറി. ചാടിക്കരുത്, സിംപ്ലിഫൈ ചെയ്ത് 1 by x എന്ന് എഴുതി. 1 by x അല്ലല്ലോ, 1 by എന്താണ്? ഇവിടെ ഒരു x ഉണ്ട്, ഇതിൻ്റെ ഒരു 1 minus x ഇല്ലേ, ദാറ്റ് ഈസ് 1 by x minus x സ്ക്വയർ. ഇനി നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എഴുതാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് -1 by x minus x സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 minus 2x എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ x 1 by 2 ആണ്, -1 by 4 ദ ഹോൾ സ്ക്വയർ ഉണ്ട് ഇൻറ്റു 1 minus 2 ഇൻറ്റു 1 by 2 എന്ന് കിട്ടും. ക്യാൻസൽ ആയി പോവും. 0 സിമ്പിൾ. 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. If A, B, C are mutually unequal real numbers, then the value of determinant of 1a cube, 1b b cube, 1c c cube divided by determinant of 1a square, 1b b square, 1c c square is equal to. ആ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഡിറ്റർമിനൻറ്റ് ഓഫ് 1a ക്യൂബ്, 1b b ക്യൂബ്, 1c c ക്യൂബ് ആണ്. ഇത് കണ്ടുപിടിക്കാനായിട്ടേ നമുക്ക് സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടെണ്ണം 0 ആക്കി കളയാമല്ലോ, ശരിയല്ലേ? ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ ഇത് 1a ക്യൂബ് വരും. 0b മൈനസ് എ ബി ക്യൂബ് മൈനസ് എ ക്യൂബ് എന്ന് കിട്ടും. 0c മൈനസ് എ സി ക്യൂബ് മൈനസ് എ ക്യൂബ് എന്ന് കിട്ടും. ശരിയാണോ? സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ഇതേ ഇൻറ്റു ഇത് b മൈനസ് എ ഇൻറ്റു സി ക്യൂബ് മൈനസ് എ ക്യൂബ് മൈനസ് ഇതേ ഇൻറ്റു ഇത് സി മൈനസ് എ ഇൻറ്റു ബി ക്യൂബ് മൈനസ് എ ക്യൂബ്. ദാറ്റ് ഇസ് ഈക്വൽ ടു രണ്ടിടത്തും ബി മൈനസ് എ കോമൺ എടുക്കാം, രണ്ടിടത്തും ഒരു സി മൈനസ് എ കോമൺ എടുക്കാം. മിച്ചം വരുന്നത് സി ക്യൂബ് മൈനസ് എ ക്യൂബിൽ നിന്ന് സി മൈനസ് എ കോമൺ എടുത്താൽ സി സ്ക്വയർ പ്ലസ് എ സി പ്ലസ് എ സ്ക്വയർ വരും. ശരിയല്ലേ? മൈനസ് ഓഫ് ഇത് ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ വരും. ശരിയാണോ? ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഒരു ബി മൈനസ് എ ഉണ്ട്, ഒരു സി മൈനസ് എ ഉണ്ട്, ഇൻറ്റു സി സ്ക്വയർ നമുക്ക് ക്യാൻസലായി പോകുന്നത് എ സ്ക്വയറും ക്യാൻസലായി പോകും. ശരിയല്ലേ? സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ സി മൈനസ് എ ബി. സി സ്ക്വയർ പ്ലസ് എ സി മൈനസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്ന് കിട്ടും. ശരിയാണോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ. സിംപ്ലിഫിക്കേഷൻ കറക്റ്റ് ആണോ എന്ന് ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. കാരണം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ചിലപ്പം മാറിപ്പോയല്ലേ. ഞാൻ ഇതിൽ നിന്നും സബ്ട്രാക്ട് ആണ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ട് 0 ആയി. ഇത് ബി മൈനസ് എ കിട്ടി, ഇത് ബി ക്യൂബ് മൈനസ് എ ക്യൂബ് കിട്ടി, ഇത് സി 0 കിട്ടി, സി മൈനസ് എ കിട്ടി, സി ക്യൂബ് മൈനസ് എ ക്യൂബ് എന്ന് കിട്ടി. സോ 1 ഇൻറ്റു ഇത് മാത്രം ഈ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ 1 ഇൻറ്റു ഇത് ബി മൈനസ് എ ഇൻറ്റു സി ക്യൂബ് മൈനസ് എ ക്യൂബ് മൈനസ് സി മൈനസ് എ ഇൻറ്റു ബി ക്യൂബ് മൈനസ് എ ക്യൂബ് എന്ന് കിട്ടി. രണ്ടിടത്തു നിന്ന് നമുക്കൊരു സി മൈനസ് എ കോമൺ എടുക്കാം. എ ക്യൂബ് മൈനസ് എ ബി ക്യൂബ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്.
പിന്നെ ഈ ബി മൈനസ് എയും കോമൺ എടുത്തു. ഇവിടുന്ന് ബി മൈനസ് എ കോമൺ എടുക്കാം, സി മൈനസ് എ കോമൺ എടുക്കാം. മൈനസ് എ ക്യൂ മൈനസ് ബി ക്യൂ എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. സോ ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. എ സ്ക്വയർ ക്യാൻസൽ ആയിപ്പോവും. സോ ഡിനോമിനേറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ ക്യൂബ് മാറ്റി എന്താക്കിയാൽ മതി, സ്ക്വയർ ആക്കിയാൽ മതി. സോ ദാറ്റ് ഈസ് വ്യത്യാസമൊന്നുമില്ല. 1 a സ്ക്വയർ 0 b മൈനസ് എ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0 c മൈനസ് എ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഷൻ നടത്തിയാൽ 1 ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് സി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു നമുക്ക് രണ്ടിടത്തുനിന്ന് ഒരു ബി മൈനസ് എ കോമൺ എടുക്കാം, ഇവിടെ നിന്ന് ഒരു സി മൈനസ് എയും കോമൺ എടുക്കാം. മിച്ചം ഇവിടെ ഒരു സി പ്ലസ് എ വരും, മൈനസ് ഓഫ് ഇവിടെ ഒരു ബി പ്ലസ് എയും വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി. എയും എയും ക്യാൻസൽ ആയി പോയിട്ടൊരു സി മൈനസ് ബിയും വരും. ശരിയാണോ? ഇതാണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ. ക്യാൻസലായി പോകുന്നത് ബി മൈനസ് എ ക്യാൻസലായി പോവും, സി മൈനസ് എ ക്യാൻസലായി പോവും. മിച്ചേട്ടാ ഒരു സി മൈനസ് ബി താഴെ കിടപ്പുണ്ട്, മുകളിൽ ഒരു സി സ്ക്വയർ പ്ലസ് എ സി മൈനസ് ബി സ്ക്വയർ മൈനസ് എ ബി കിടപ്പുണ്ട്. അതിനകന്നേ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഞാൻ അടുപ്പിച്ചെഴുതും, പ്ലസ് എ സി മൈനസ് എ ബി ഞാൻ അടുപ്പിച്ചെഴുതും, ഡിവൈഡർ ബൈ സി മൈനസ് ബിയും കിടക്കും. ഇത് സി പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ബി ആണ്. ഇതിനൊന്നൊരു എ കോമൺ എടുത്താൽ സി മൈനസ് ബി കിട്ടും, ഡിവൈഡർ ബൈ സി മൈനസ് ബി കിട്ടും. സി മൈനസ് ബി സി മൈനസ് ബി സി മൈനസ് ബി ക്യാൻസൽ ആയി പോകും, സി പ്ലസ് ബി പ്ലസ് എ കിട്ടും. ദാറ്റ് ഇസ് സിംപ്ലി എ പ്ലസ് ബി പ്ലസ് സി, ഓപ്ഷൻ ബി. ഇതൊരു നല്ല ചോദ്യമാണ്, ഇത് ലെങ്തി ആയിരുന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം 13. If A is equal to matrix 1 1 1 1 and n is a natural number where n is a set of all natural numbers, then A raised to n is equal to, നമുക്ക് എ സ്ക്വയർ കണ്ടുപിടിക്കാം. എ സ്ക്വയർ എന്ന് പറയുന്നത് 1 1 1 1 ഇൻറ്റു 1 1 1 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 2 2 2 എന്ന് കിട്ടും. 2 കോമൺ എടുത്താൽ 1 1 1 1 എന്ന് തന്നെ കിട്ടും. ദാറ്റ് ഈസ് 2a എന്ന് കിട്ടും. 2a എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 2 മൈനസ് 1 ഇൻറ്റു എ എന്നാണ്. 2 റൈസ് ടു n മൈനസ് 1 ഇൻറ്റു എ കിട്ടും. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, if y is equal to 1 by root of 1 plus x square minus x, then the value of 1 plus x square the whole raised to 3 by 2 is equal to, 1 plus x square the whole raised to 3 by 2 times d square y by dx square is equal to, നമുക്ക് dy by dx ഒന്ന് കണ്ടുപിടിക്കാം. dy by dxന് -1 ഡിവൈഡർ ബൈ അതേ സ്ക്വയർ അല്ലേ, റൂട്ട് ഓഫ് 1 plus x square minus x the whole square. 1 by x ൻ്റെ ഡെറിവേറ്റീവ് -1 by x square ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 by 2 root of 1 plus x square ഇൻറ്റു 2x minus 1. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഡിവൈഡർ ബൈ റൂട്ട് ഓഫ് 1 plus x square minus x the whole square ഇൻറ്റു 2 ക്യാൻസൽ ആയിപ്പോൾ ദിസ് ഇസ് x മൈനസ് റൂട്ട് ഓഫ് 1 plus x square ഡിവൈഡർ ബൈ റൂട്ട് ഓഫ് 1 plus x square എന്ന് കിട്ടും. ശരിയാണോ? സ്ക്വയറും ഇതും ഈ നെഗറ്റീവും കൂടെ ക്യാൻസൽ ആയിപ്പോൾ, കാരണം നെഗറ്റീവ് അകത്തോടെ വരുമ്പോഴത്തേന് തിരിച്ച് തന്നെ വരും. സോ മിച്ചമുള്ളത് this is equal to 1 divided by root of 1 plus x square minus x into root of 1 plus x square മാത്രം കിട്ടും. സോ dy by dx എന്ന് പറയുന്നത് y divided by root of 1 plus x square എന്നായി. ശരിയല്ലേ? dy by dx എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടിയത്. അത് ആക്ച്വലി y അല്ലേ, തന്നിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വൈയും ഡിവൈഡർ ബൈ ഒരു റൂട്ട് ഓഫ് 1 plus x square കിടക്കുന്നതല്ലേ ഉള്ളൂ. സോ അത് y ഇൻറ്റു റൂട്ട് ഓഫ് 1 plus 1 by y ഡിവൈഡർ ബൈ റൂട്ട് ഓഫ് 1 plus x square എന്നുള്ള ഫോമിലേക്കായി. നമുക്കിനി ഒന്നുകൂടെ d square y by dx square ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. d square y by dx square that is equal to
y into dy by dx, sorry, denominator root of 1 minus x square into dy by dx minus numerator y into 1 by 2 root of 1 plus x square into 2x the whole divided by ഇതിൻ്റെ സ്ക്വയർ 1 plus x square എന്ന് വരും. ശരിയല്ലേ? നമുക്ക് 1 plus x square the whole raised to 3/2 എടുക്കണം. raised to 3/2 into d square y by dx square ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. that is equal to 1 minus x square into dy by dx എന്ന് പറയുന്നത് dy by dx എന്ന് പറയുന്നത് y into ഇത് y തന്നെ കിട്ടും. ശരിയാണോ? മൈനസ് y into ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. xy divided by root of 1 plus x square divided by 1 plus x square എന്ന് വരും. that is equal to LCM എടുത്താൽ root of 1 plus x square into y minus xy divided by 1 plus x square the whole raised to 3/2 എന്ന് വരും. ഈ റൂട്ടും ഇതും കൂടെ ചേർത്ത് that is equal to y കോമൺ എടുത്താൽ 1 plus x square under the root minus x divided by 1 plus x square the whole raised to 3/2 എന്ന് കിട്ടും. ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 1 plus x square the whole raised to 3/2 into d square y by dx square is equal to y ഇങ്ങ് കോമൺ എടുത്താൽ y ഇൻറ്റു ആ കിടക്കുന്ന 1/y അല്ലേ? ശരിയല്ലേ? ഈ കിടക്കുന്ന 1/y എന്ന് പറയുന്നത് ഇതല്ലേ? y ഇട്ട് കൊടുത്താൽ അവിടെ 1 വരും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. 1 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് വാസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം 15. ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് which is parallel to the line 2x minus y plus 9 is equal to 0. നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. -2/-1 that is equal to 2 എന്ന് കിട്ടും. ഇതിന് ടാൻജൻ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇതിന് ടാൻജൻ്റ് ആയിട്ടുള്ള ലൈനല്ലേ കണ്ടുപിടിക്കേണ്ടത്? ടാൻജൻ്റ് ആവണം, ഇതിന് പാരലൽ വരിക്കണം. സോ നമുക്ക് ഇതിൻ്റെ dy by dx എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് y is equal to x square minus 2x plus 7 ആണ്. ഇതിൻ്റെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുന്നത് dy by dx ആണ്. ദാറ്റ് ഈസ് 2x minus 2 എന്ന് കിട്ടും. നമുക്ക് 2 എന്ന് കൊടുക്കാം. സോ x minus 1 is equal to 1 എന്ന് കിട്ടും. x എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ശരിയാണോ? x 2 ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ y എന്ന് പറയുന്നത് 4 minus 4 plus 7 കിട്ടും. ദാറ്റ് ഈസ് equal to 7 കിട്ടും. സോ 0.2, 7 ആണ്. സോ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ y minus y1 is equal to m into x minus x1 ആണ്. ദാറ്റ് ഈസ് y minus 7 is equal to 2x minus 4 എന്ന് കിട്ടും. ഓർ 2x minus y plus 3 is equal to 0 എന്ന് കിട്ടും. 2x minus y plus 3 is equal to 0 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇത്രയാണ് കമ്പൾസറി ചോദ്യം ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, കൺസിഡർ ദ നോൺ എംപ്റ്റി സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് children in a family and a relation are defined by a related to b if a is a brother of b, then നമുക്ക് റിഫ്ലെക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും അവരുടെ തന്നെ ബ്രദറാണെന്ന് പറയാൻ പറ്റത്തില്ല. എ ബിയുടെ ബ്രദർ ആണെങ്കിൽ ബി എയുടെ ബ്രദർ ആയിരിക്കും, സിമെട്രിക് ആയിരിക്കും. എ ബിയുടെ ബ്രദറും ബി സിയുടെ ബ്രദറും ആണെങ്കിൽ എ സിയുടെ ബ്രദറാണെന്ന് പറയാം, ട്രാൻസിറ്റീവ് ആയിരിക്കും. അതായത് സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1 2 3 given by 1 1 2 2 3 3 1 2 2 3. റിഫ്ലെക്സീവ് 1 ആണ്. സിമെട്രിക് ആണോ? 1 2 ഉണ്ട്, 2 1 ഇല്ല, സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണോ? 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 3 ഇല്ല. അപ്പോൾ പിന്നെ റിഫ്ലെക്സീവ് ഓൺലി. ഓക്കെ, 18. ലെറ്റ് എഫ് ഫ്രം ആർ മൈനസ് സിംഗിൾട്ടൺ 1 to r മൈനസ് സിംഗിൾട്ടൺ എന്ന് തന്നെ കേട്ടോ. ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 by x plus 1 ദെൻ 1 1 on 2. നമുക്ക് എഫ് ഇൻവേഴ്സ് എക്സ് വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് 5 എണ്ണം ഉണ്ടല്ലേ. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് വലിയ ലെങ്തി ചോദ്യമാണ്. എനിക്കത് വലിയ ബദ്ധപ്പാടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എഫ് ഓഫ് എക്സ് 1 is equal to എഫ് ഓഫ് എക്സ് 2 ആണെങ്കിൽ x1 minus 1 divided by x1 plus 1 is equal to x2 minus 1 divided by x2 plus 1 എഴുതിയാൽ രണ്ട് സിംപ്ലിഫൈ ചെയ്താൽ x1 x2 മൈനസ് എക്സ്പാൻഷൻ ഇത്തിരി പാടാണല്ലോ അല്ലേ. x1 മൈനസ് 1 ഇൻറ്റു x2 plus 1 is equal to x1 plus 1 into x2 minus 1. This implies നമുക്ക് x1 is equal to x2 എന്ന് എഴുതാൻ സാധിക്കും. സോ അത് ക്ലിയർലി 1 1 ആണ്. ഓൺ ടു ആണോ നോക്കാനായിട്ട് ഇടപിള്ളേരെ ഡിനോമിനേറ്റർ 0 ആണെന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഡിനോമിനേറ്റർ 0 ആണെന്ന് കട്ട് കളയണം. ഇത് ഗ്രാഫ് വരച്ച് നോക്കുന്നതാണ് കൺവീനിയൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാഫ് വരച്ച് നോക്കാനായിട്ട് ഞാൻ ഈ ഫംഗ്ഷനെ ചെറുതായിട്ടൊന്ന് റീപ്ലേസ് ചെയ്ത് പറയാം.
എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇത് നമുക്ക് എക്സ് പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൺ എന്ന് വിളിക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൺ എന്ന് വിളിക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൺ എന്ന് വിളിക്കാം. ശരിയല്ലേ? ഇതാണ് 1/x ഗ്രാഫ്. ഓക്കെ, 1/x+1 എന്ന് പറയുമ്പോഴത്തേനും ഒരു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ മതി. എക്സിൻ്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുമല്ലേ? എക്സിൻ്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വരയ്ക്കാൻ പോകുന്നത് 1/x+1 ആണ്. y(x) കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 0 1 കിട്ടും. ഇത് ഇങ്ങനെ ഇരിക്കും. -1 ഡിഫൈൻഡ് അല്ല. പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഷ്രിങ്ക് ചെയ്യത്തേ ഉള്ളൂ. പിന്നെ ഒരു 2/x+1 വ്യത്യാസമൊന്നുമില്ല, ഷ്രിങ്ക് ചെയ്യത്തേ ഉള്ളൂ. പിന്നെ ഒരു y = 1 മൈനസ് കൊടുത്താൽ മൊത്തത്തിലൊരു മൈനസ് കൊടുത്താൽ എന്ത് പറ്റും? എക്സ് ആക്സും വൈ ആക്സും വെച്ച് റൊട്ടേറ്റ് ആകും. ശരിയല്ലേ? -2 ഡിവൈഡഡ് ബൈ x+1 എന്ന് പറഞ്ഞാൽ ആൻസർ വാല്യൂ എല്ലാം മാറും. ഇവിടെ കിടക്കുന്ന സംഗതി മുകളിലോട്ടും കയറും, ഇവിടെ കിടക്കുന്ന സംഗതി താഴത്തോട്ടും വരും. എക്സ് ആക്സസ് വെച്ച് റിഫ്ലക്ഷൻ എടുക്കേണ്ടി വരും. ശരിയല്ലേ? വാല്യൂസ് എല്ലാം മാറും. പോസിറ്റീവ് എക്സിൻ്റെ വാല്യൂസും നെഗറ്റീവ് എക്സിൻ്റെ വാല്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ ഒരു 1 ആഡ് ചെയ്യുകയും ചെയ്യണം. y = 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ x+1 എന്ന് കൊടുക്കാം. അത് 0 ആകുന്നത് വൈയുടെ വാല്യൂ 0 ആകുന്നത്. y 0 ആകുന്നത് എപ്പോഴാണ്? y 0 ആകുന്നത് ഇത് 1 ആകുമ്പോൾ, അത് 1 ആകുമ്പോൾ തന്നെയാണ് x = 1 പാസ് ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന ലൈൻ മാറ്റി ഇത്രയും കൂടെ മുകളിലോട്ട് പൊക്കി ഇത് ഇങ്ങനെ വരയ്ക്കേണ്ടതായിട്ട് വരും. സോ അപ്പോൾ കിട്ടുന്നത് ഒറ്റ പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്തുള്ളൂ 1 ആണ്. ക്ലിയർലി അത് ഓൺ 2 ആണ്. സോ 1 ഓൺ 2 ആണ്. പിന്നെ എഫ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. y = എന്ന് കൊടുക്കുക. y = 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ x+1 എന്ന് കൊടുക്കുക. സോ 2 ഡിവൈഡഡ് ബൈ x+1 എന്ന് പറയുന്നത് 1 മൈനസ് y എന്ന് കിട്ടും. റെസിപ്രോക്കൽ എടുത്താൽ x+1/2 എന്ന് പറയുന്നത് 1/1 മൈനസ് y കിട്ടും. സോ 2 അപ്പുറത്തേക്ക് പോയാൽ x+1 എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് y കിട്ടും. സോ x = 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് y -1 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 മൈനസ് ഓഫ് 1 മൈനസ് y ഡിവൈഡഡ് ബൈ 1 മൈനസ് y എന്ന് കിട്ടും. ഇത് 1 ആണ്. 1 പ്ലസ് y ഡിവൈഡഡ് ബൈ 1 മൈനസ് y. സോ 1 + x/1 - x ആണ്. എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ചെറിയ ചേഞ്ച് ഉണ്ട്. 4th ഓപ്ഷൻ തെറ്റായിട്ടാണ് കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് തെറ്റാണ്. കാരണം വെച്ചാൽ x-1 അല്ല 1 - x അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെ. ഇനി എഫ് കോമ്പോസിഷൻ f of x ദാറ്റ് ഇസ് ഈക്വൽ ടു f of x ആണ്. ദാറ്റ് ഈസ് f of x എന്ന് പറയുന്നത് x-1/x+1 നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു x-1/x+1 -1 ഡിവൈഡഡ് ബൈ x-1/x+1 +1 എന്ന് കിട്ടും. ഇതപ്പുറത്തേക്ക് പോയാൽ x-1 മൈനസ് ഓഫ് x+1 ഡിവൈഡഡ് ബൈ x-1 പ്ലസ് x+1 എന്ന് കിട്ടും. x ക്യാൻസൽ ആയി പോവും. -1 എന്ന് പറയുന്നത് -2 ആണ്. ഡിവൈഡഡ് ബൈ x-ഉം 2x മൈനസ് 2x എന്ന് മാത്രം വരും. ശരിയല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ക്യാൻസൽ ആയി പോയാൽ -1/x വരും. -1/x ആണ്. ഓപ്ഷൻ 5 ശരിയാണ്. സോ 3 and 5 ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. 19 കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കണമെങ്കിൽ -1 ≤ 2x -1 ≤ x ആയിരിക്കണം. ദാറ്റ് ഈസ് 0 ≤ 2x ≤ ഇത് x അല്ല, ഇത് 1. സോ 2 ആയിരിക്കണം. 0 ≤ x ≤ 1 എന്ന് കിട്ടും. 0 തൊട്ട് 1 വരെ ക്ലോസ് ഉണ്ടല്ലോ ഓപ്ഷൻ എ. 19ാമത്തെ ക്വസ്റ്റൻ അതായിരുന്നു. 20ാമത്തെ ചോദ്യം tan 1 1/x മൈനസ് tan 1 x മൈനസ് y ബൈ x പ്ലസ് y എന്ന് പറയുന്നത് tan 1 x ബൈ y മൈനസ് tan 1 പിന്നെ ഒന്നൊരു y ഒരു x കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്താൽ x ബൈ y അല്ലേ വേണ്ട. x ബൈ y ആണെങ്കിൽ നമുക്കൊരു y കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. സോ x ബൈ y -1 ഡിവൈഡഡ് ബൈ x ബൈ y +1 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു tan 1 x ബൈ y ഇത് പ്ലസ് ആകും. tan 1 ഒരു -1/x ബൈ y ബൈ 1 പ്ലസ് x ബൈ y ആണ്. ഇസ് ഈക്വൽ ടു tan 1 x ബൈ y പ്ലസ് ഇത് tan 1 ഇത് x മൈനസ് y ബൈ 1 പ്ലസ് x y അല്ലേ. ദറ്റ് ഈസ് tan 1 1 മൈനസ് tan 1 x ബൈ y. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. tan 1 എന്ന് പറയുന്നത് π/4 കിട്ടും. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം
the matrix 3, 2a, -5, -4, 0, b, -5, 3, 7 is symmetric. Symmetric എന്ന് പറഞ്ഞാൽ a plus a transpose is equal to a. 3, 2a, -5, -4, 0, b, -5, 3, 7 is equal to 3, 2a, -5, 3, 2a, -5, -4, 0, b, -5, 3, 7. So 2a is equal to -4, a is equal to -2 എന്ന് കിട്ടും. പിന്നെ ബി കണ്ടുപിടിക്കാൻ ബി is equal to 3യും കിട്ടും. സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത്. -2 + 3 എന്ന് പറയുന്നത് 1 കിട്ടും. അടുത്ത ചോദ്യം 22. If A is a square matrix of size 4 എന്ന് പറയുന്നത് ഓർഡർ 4 ആണ് ഉദ്ദേശിക്കുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് A is equal to 6. Determinant of adjoint of 3a is equal to 2 raised to a 3 raised to b. Then the value of a plus b is equal to. This actually determinant of adjoint of 3a is equal to determinant of adjoint of 3a raised to 4 minus 1 എന്ന് വരും. That is equal to determinant of 3a raised to 4 minus 1 the whole raised to 4 minus 1 എന്ന് വരും. That is equal to determinant of 3a raised to 3 into 3 9 എന്ന് വരും. 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 raised to 4 into determinant of a the whole raised to 9 എന്ന് വരും. ശരിയല്ലേ? That is 3 raised to 9 into 4 36 into determinant of a raised to 9 എന്ന് വരും. That is equal to 3 raised to 36 into determinant of a എന്ന് പറയുന്നത് 6 raised to 9 എന്ന് വരും. That is 3 raised to 36 into 3 raised to 9 into 2 raised to 9 എന്ന് വരും. 36 9 45 3 raised to 45 into 2 raised to 9 എന്ന് വരും. എ എന്ന് പറയുന്നത് 9ഉം ബി എന്ന് പറയുന്നത് 45ഉം കിട്ടും. സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് 45 9 54 എന്ന് കിട്ടും. ഓക്കെ, നല്ല ചോദ്യമായിരുന്നു. 23. The value for which these two determinants are equal. Corresponding equal ആക്കല്ലേ 3 minus x square is equal to determinantകളാണ് 3 minus 8. So x square is equal to 3 minus ഇത് 5 അല്ലേ, 3 plus 5 is equal to 8 എന്ന് കിട്ടും. x is equal to plus or minus 2 root 2 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 24. If y is equal to 1 by x raised to x, then d square y by dx square. നമ്മൾ ലോഗരിതം എടുക്കണം. log y is equal to x into log 1 by x എന്ന് കിട്ടും. That is equal to x into minus log x. That is minus x log x എന്ന് കിട്ടും. ശരിയാണോ? So 1 by y into dy by dx is equal to minus x into first function into derivative of second plus second function into derivative of first. That is equal to dy by dx is equal to y into ഇത് മൈനസ് എക്സ് ആകും, -1 മൈനസ് ലോഗ് എക്സ് എന്ന് കിട്ടും. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. സിക്കൽ ടു വൈ ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 ബൈ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ -1 മൈനസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് y ഇൻറ്റു -1 മൈനസ് ലോഗ് എക്സ് ആണ്. ശരിയല്ലേ? നമുക്ക് സിംപ്ലിഫിക്കേഷൻ നടത്താനായിട്ട് വൈയുടെ വാല്യൂ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. വൈ എന്ന് പറയുന്നത് 1 ബൈ എക്സ് റൈസ് ടു എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു മൈനസ് എക്സ് അല്ലേ. എക്സ് റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എക്സ് പ്ലസ് ഈ മൈനസും കൂടെ ക്യാൻസൽ ആയിപ്പോയ 1 പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ കിട്ടും. വൈ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു മൈനസ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ പിള്ളേരെ കണ്ടുപിടിക്കേണ്ടത്. ഇത് മൈനസ് എക്സ് റൈസ് ടു മൈനസ് എക്സ് മൈനസ് 1 എന്ന് വരും പ്ലസ് എക്സ് റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ എക്സ് റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. 25. If a is a unit vector and x minus a dot x minus x plus a is equal to 8, that is mod x square minus mod a square. A plus b into a minus b എന്ന് പറയുന്നത് a square minus b square. യൂണിറ്റ് വെക്ടർ തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ mod x square minus 1 is equal to 8 എന്ന് എഴുതാം. mod x square is equal to
9 എന്ന് കിട്ടും. സോ മോഡ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്. +or-3 എഴുതരുത്, കാരണം മോഡുലസ് ആണ് കേട്ടോ. ഇത് എഴുതല്ലേ, മോഡുലസ് ആണ്. മാഗ്നിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അടുത്ത് സി, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ 0 ആണെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ -sin 2 ആൽഫ ഇൻറ്റു 0 മൈനസ് ഇത് പ്ലസ് ആവും അല്ലേ. കോസ് ആൽഫ സൈൻ ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ എത്രയാണ് പിള്ളേരെ? സൈൻ സ്ക്വയർ ബീറ്റ ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് മൈനസ് കോസ് സ്ക്വയർ ആൽഫ ഇൻറ്റു ഇത് രണ്ടും അല്ലേ, ഇത് നെഗറ്റീവ് ആവും അല്ലേ, -2 സൈൻ സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു. സോ നമ്മളത് മൈനസും കൂടെ പോസിറ്റീവ് ആകും. sin 2 ആൽഫ ഇൻറ്റു ഇത് sin 2 ആൽഫ ബൈ 2 ആണ്. സോ സൈൻ സ്ക്വയർ 2 ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ സ്ക്വയർ ബീറ്റ എന്ന് കിട്ടും. ഇതും പ്ലസ് ആകും. കോസ് സ്ക്വയർ ആൽഫ ഇൻറ്റു സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് sin 2 ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇത് ഹോൾ സ്ക്വയർ കിട്ടും. ഇൻറ്റു ഒരു 2 ഉണ്ട്, ഇൻറ്റു സൈൻ സ്ക്വയർ ബീറ്റയുണ്ട്. നമുക്ക് സൈൻ സ്ക്വയർ ബീറ്റ കോമൺ എടുത്താൽ ഒരു ബൈ 2 കൂടെ കോമൺ എടുത്താൽ ഈ 2ഉം ഒരു 2ഉം കൂടെ ക്യാൻസൽ ആയി പോകും. താഴെ 2 മാത്രം വരും. മിച്ചമുള്ളത് ഒരു സൈൻ സ്ക്വയർ 2 ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ 2 ആൽഫ എന്ന് വരും. വളരെ ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഒന്നും വരുന്നില്ലല്ലോ അല്ലേ. ഞാൻ എഴുതിയെടുത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കിക്കോട്ടെ ജസ്റ്റ്. ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ. നെഗറ്റീവ് ഇല്ലായിരുന്നു, സോറി, ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നമുണ്ടേ. അത് നെഗറ്റീവ് ഇല്ലായിരുന്നു, അപ്പോൾ പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. സോ നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ എഴുതിക്കുന്ന രണ്ടും സെയിം ആയി പോകത്തല്ലേ. സൈൻ സ്ക്വയർ 2 ആൽഫ ബൈ 2 സൈൻ സ്ക്വയർ ബീറ്റ ഇത് രണ്ടും സെയിം ആകും. 0. അപ്പോൾ 0 കിട്ടിയതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആൽഫയും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റയും ആവില്ലേ സാറേ എന്ന് ചോദിച്ചാൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ 0 ആണ് കേട്ടോ. 27. ഇത് സിമ്പിളാണ്. നിങ്ങൾക്ക് 2 കോമൺ എടുത്താൽ ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ ഇതിനെ x² + 1 ഇൻറ്റു x² - 1 എന്ന് കാണാം. ഇത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. 1/x² + 1 - 1/x² - 1 എന്ന് സ്പ്ലിറ്റ് ചെയ്താൽ നോക്കണേ. ഇവിടെ വളരെ ഇത് x² - 1 ഇത് -x² + 1 എന്ന് കിട്ടും. നമുക്ക് തിരിച്ചെഴുതുവാണെങ്കിൽ x² - 1 ഇവിടെയും x² + 1 ഇവിടെ എഴുതുകയാണ്. x² - 1 ഇവിടെയും x² + 1 ഇവിടെ എഴുതുകയാണെങ്കിൽ ഇത് x² + 1 -x² - 1 ഒരു 2 കിട്ടും. എഫക്റ്റ് പോയിന്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ സിമ്പിൾ വിടണം. സോ ദിസ് ഇസ് ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ ഇത് x + 1 ഇൻറ്റു x - 1 ആയി -1/x² + 1 ആയി dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. വീണ്ടും നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 1/x - 1 -1/x + 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിന് മാത്രം ഒരു 1/2 കൊടുക്കാം. മൈനസ് ഇൻ്റഗ്രൽ 1/1 + x² എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇത് ലോഗ് മോഡ് x - 1 മൈനസ് ലോഗ് മോഡ് x + 1 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ശരിയല്ലേ? സോ ടാൻ ഇൻവേഴ്സ് എക്സ് ഇവിടെ പിള്ളേരെ മൈനസ് ഓഫ് മൈനസ് ഒന്നും വരുന്നില്ലല്ലോ അല്ലേ? ഇല്ല, ഒരു മൈനസ് മാത്രമല്ലേ വരുന്നുള്ളൂ അല്ലേ? മൈനസ് ഓഫ് മൈനസ് ഒന്നും വരുന്നില്ല, ഇല്ല. അപ്പം ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ആണ്. 1/2 ലോഗ് x - 1/x + 1 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28. ഇതിനകത്ത് സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചുമ്മാ ക്യൂബോയിഡ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ക്യൂബ് ആയിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. അടുത്ത ചോദ്യം. The following figure ABCDEF is a regular hexagon. AB is equal to A, BC is equal to B. അത് ക്വസ്റ്റനിൽ മിസ്റ്റേക്ക് ഉണ്ടായി. കാരണം വെച്ചാൽ AB is equal to Aയും BC is equal to B എന്ന് പറഞ്ഞിട്ട് റെഗുലർ ഹെക്സഗൺ വരത്തില്ലല്ലോ. സൈഡുകൾ സെയിം ആയിരിക്കണ്ടേ? ശരിയല്ലേ? ദെൻ CD in terms of A and B ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. CD in terms of A and B നമുക്ക് എയും ബിയും സെയിം ആയല്ലേ വരത്തുള്ളൂ. സോ എയും ബിയും സെയിം ആവുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റൈറ്റ്. ശരിയല്ലേ? സിംപ്ലി റൈറ്റ് എഴുതണമെങ്കിലും പറ്റില്ല. The integrating factor of the differential equation. നമുക്കറിയാം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e⁻∫ pdx ആണ്.
സോ ഒരു എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് വൈ കോട്ട് എക്സ് ഇത്രയുണ്ടല്ലേ ലെഫ്റ്റ് സൈഡിൽ, ശരിയല്ലേ? ഒരു വൈ ബൈ എക്സും വരും, ഒരു വൈ കോട്ട് എക്സും വരും, ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി എന്ന് പറയുന്നത് ഇവിടെ വൈ ഒഴിവാക്കിയിട്ടുള്ളത് 1 ബൈ എക്സ് പ്ലസ് കോട്ട് എക്സ് ഡി എക്സ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് എന്ന് കിട്ടും. സോ ഇ റൈസ് ടു ലോഗ് എക്സ് സൈൻ എക്സ് എന്ന് വിളിക്കാം. ഈ എക്സ് സൈൻ എക്സ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 31. ഇത് 1/4 to 1 ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം ഞാനത് പ്രത്യേകിച്ച് ചെയ്യുന്നില്ല, കാരണം സ്പെഷ്യൽ ഇൻറ്റഗ്രൽസ് ആണ്. സ്പെഷ്യൽ ഇൻറ്റഗ്രൽസ് അപ്ലൈ ചെയ്താൽ കിട്ടും. 32. A random variable x has the following probability distribution, then the value of 0 less than x less than 5. അത് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ k + 2k 3k 3k + 2k 5k 5 3 8 8k പ്ലസ് 2 1 3 7 3 10k² പ്ലസ് ഒരു കെയും കൂടെ ഉണ്ട്, ഈക്വൽ ടു 1 എന്നാണ്. 8 3 9k പ്ലസ് 10k² ഈക്വൽ ടു 1 എന്ന് കിട്ടും. k കോമൺ എടുത്താൽ 9 പ്ലസ് 10k ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ k ഈക്വൽ ടു സോറി സോ 10k² പ്ലസ് 9k മൈനസ് 1 ഈക്വൽ ടു 0. ആഡ് ചെയ്യുമ്പോൾ 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10 കിട്ടുന്നത് എത്ര പിള്ളേരെ? 10k² പ്ലസ് 10k മൈനസ് k മൈനസ് 1 ഈക്വൽ ടു 0. 10k കോമൺ എടുത്താൽ ഇത് k പ്ലസ് 1 കിട്ടും, ശരിയല്ലേ? മൈനസ് ഓഫ് k പ്ലസ് 1 ഈക്വൽ ടു 0. സോ k പ്ലസ് 1 കോമൺ എടുത്താൽ 10k മൈനസ് 1 ഈക്വൽ ടു 0. k ഈക്വൽ ടു 1/10 എന്ന് കിട്ടും, ശരിയാണോ? k ഈക്വൽ ടു 1/10 എന്ന് കിട്ടിയാൽ നമുക്ക് എവിടെ തൊട്ട് എവിടം വരെയാണ് വേണ്ടത് കണ്ടുപിടിക്കേണ്ടത്? 0ക്ക് മുകളിൽ k 1 2 3 4 വരെ, ശരിയല്ലേ? 3 2 5 5 2 7 7 3 8k ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 8k എന്ന് പറയുന്നത് 8 × 1/10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 എന്ന് കിട്ടും. 4/5 ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം. 2 independent events A and B are such that P of A is equal to 1/2, P of B is equal to 1/3, P of A given B, that is P of A intersection B divided by P of B ആണ്. That is equal to P independent ആയതുകൊണ്ട് തന്നെ P of A into P of B എന്ന് എഴുതാം, divided by P of B എന്ന് കിട്ടും. P of B ക്യാൻസൽ ആയപ്പോൾ P of A തന്നെ കിട്ടും. That is 1/2 ഓപ്ഷൻ B ആണ് അടുത്ത ചോദ്യം. Probability that A speaks truth is 4/5. He tosses a coin and reports that head appears. Then the probability that actually there was a head. അതായത് ആക്ച്വലി ഹെഡ് വരണമെങ്കിൽ പുള്ളി എന്നതാണ് പറഞ്ഞിരിക്കുന്നത്? ഹെഡ് അപ്പിയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ സത്യം പറയണം. സത്യം പറയാനുള്ള 4/5. സത്യം പറഞ്ഞു, ഹെഡ് വന്നു, സത്യം പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്, ശരിയല്ലേ? ഹെഡ് വരാനുള്ള പ്രോപ്പർട്ടി എന്താ? 1/2. ഹെഡ് വന്നു, സത്യം പറഞ്ഞു, ഡിവൈഡർ ബൈ ടെയിൽ വന്നു, നുണ പറഞ്ഞു ആകാം, ശരിയല്ലേ? അല്ലെങ്കിൽ 1/2 അല്ലേ? ടെയിൽ വന്നു 1/5 നുണ പറഞ്ഞു, അല്ലെങ്കിൽ ഹെഡ് വന്നു സത്യം പറഞ്ഞു, ശരിയാണോ? ഹെഡ് വന്നു എന്നല്ലേ പുള്ളി പറഞ്ഞിരിക്കുന്നത്. ടെയിൽ വന്നിട്ട് നുണ പറയാം, അല്ലെങ്കിൽ ഹെഡ് വന്നിട്ട് സത്യം പറയാം. സോ 1/2 × 4/5 എന്ന് പറയുന്നത് 4/2 × 5 divided by 1 plus 4 divided by 2 × 5 ക്യാൻസൽ ആയി പോകും. 4/5 എന്ന് കിട്ടും. 4/5 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. The expectation of a number obtained when the following die having 1 written on 3 faces, 2 on faces and 3 on faces. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്, നിങ്ങൾ ചെയ്താൽ മതി. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് മീൻ കണ്ടുപിടിക്കാനായിട്ട്. ഇഫ് integral dx divided by under the root of x plus 2 minus under the root of x plus 1 is equal to lambda plus 1 the whole raised to 3/2 minus lambda raised to 3/2 plus c, then the value of lambda is equal to. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് റാഷണലൈസ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കൺവീനിയൻസ്. റാഷണലൈസ് ചെയ്താൽ ഇൻ്റഗ്രൽ ഇത് √x+2 മൈനസ് √x+1 ഡിവൈഡർ ബൈ a² മൈനസ് b² എന്ന് പറയുന്നത് x+2 മൈനസ് x+1, അത് 1 തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് x+2 the whole raised to 3/2 മൈനസ് x+1 the whole raised to 3/2 ആണ്. സോ ലാംഡ എന്ന് പറയുന്നത് 1 കിട്ടും. 1 കിട്ടിയാൽ
ലാംഡ പ്ലസ് 1 ആണല്ലോ അല്ലേ, സോറി, ലാംഡ പ്ലസ് 1 ആണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 കിട്ടും, ശരിയല്ലേ. എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 37 ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇത് -π2 ആണ് കേട്ടോ. -π2 ഇടുമ്പോഴത്തേനും 0 ആണ് കിട്ടുന്നത്, കാരണം ഇതൊരു ഓഡ് ഫംഗ്ഷൻ വരും. ഓക്കെ. ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3 - 2 1 ഫ്രം ദ പ്ലെയിൻ 2x - y + 3z = 0. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് മോഡുലസ് ഓഫ് ഈ പോയിന്റ് എടുത്ത് ഇതിനകത്ത് ഇട്ടാൽ 6 - -2 + 2 + 2 + 3 /√4 + 1 + 4 4 + 1 + 4 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഇക്വൽ ടു 6 ഇട്ടിട്ട് 10 13 13/3 എന്ന് കിട്ടും. 13/3 ഓപ്ഷൻ ബി ആണ്, 39. ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് ഇക്വൽ ടു, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റേ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്, ചെയ്താൽ മതി. ലെറ്റ് ആർ ബി ദ റിലേഷൻ ദ സെറ്റ് എ ബി സി ഡി ഗിവൺ ബൈ ആർ തന്നിട്ടുണ്ട്. നമുക്ക് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ടോ പിള്ളേരെ, ഡി ഉണ്ട്. അപ്പോൾ പിന്നെ റിഫ്ലെക്സീവ് ആണ്. എ ബി ഉണ്ട്, ബി എ ഉണ്ട്, സി ഡി ഉണ്ട്, ഡി സി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ പിന്നെ സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. എ ബി ഉണ്ട്, ബി ട്രാൻസിറ്റീവ് ആണല്ലേ, ഈക്വലൻസ് റിലേഷൻ. ഇത് പാസേജ് ക്വസ്റ്റൻ ആണ്. The pizza outlets A, B, C sells 3 types of pizza, namely cheese pizza, veg pizza and paneer pizza. In a day, A can sell 40 cheese pizza, 30 veg pizza and 20 paneer pizza. B can sell 20 cheese pizza, 40 veg pizza and 60 paneer pizza. C can sell 60 cheese pizza, 20 veg pizza and 30 paneer pizza. If the revenue generated in a day by A is 6,000, B is 90,000, C by 7,000. If X denotes the selling price of cheese pizza, Y is the selling price of veg pizza and Z be the selling price of paneer pizza, then based on this information answer the following. The revenue generated by 3 outlets A, B and C are simple. 7 13 13 9 21 അല്ലേ പിള്ളേരെ, അല്ലേ 6000, 7 13,000 13 9 22,000 രൂപ, 41. അടുത്തത് ഇതിനെ മെട്രിക്സിൽ എഴുതാനായിട്ട് 4 2 6 4 4 3 2 4 3 2 ദെൻ 4 2 4 6 2 4 6. നിങ്ങളത് നോക്കി എഴുതിയാൽ മതി കേട്ടോ, കാരണം വെച്ചാൽ കറസ്പോണ്ടിങ്ങിലി വരുന്നത്, അതായത് എ എന്ന് പറയുന്നത് സെല്ല് ചെയ്യുന്നത് 40 ചീസ് 30 വെജ് 20 പനീർ, 40 ചീസ് 30 വെജ് 20 പനീർ. പിന്നെ ബി സെല്ല് ചെയ്യുന്നത് 20 40 60 40 60, പിന്നെ അവസാനത്തെ 60 20 30. ചീസിൻ്റെ കോസ്റ്റ് എക്സ് ഇസഡ് ഈക്വൽ ടു റവന്യൂ 6000 9000 6000. ആദ്യത്തെ വേറെ ഏതാണ്ടായിരുന്നല്ലോ, ഇത് കാണാൻ പോലും ബൈ. ഇഫ് ദ റവന്യൂ ജനറേറ്റർ ഇൻ എ ഡേ ബൈ എ 6000 9000 7000, ശരിയല്ലേ. 4 3 2 2 4 6 2 4 6 എന്ന് പറയുന്നത് 2 അങ്ങ് കട്ട് ചെയ്തിട്ട് 1 2 3 ആക്കും. പിന്നെ 6 2 3 2 4 6 ആക്കേണ്ട കാര്യമില്ലല്ലോ. 4 2 6 2 4 4 3 2 2 4 6 6 2 3 എക്സ് വൈ സെഡ് 6 തൊള്ള ബി. അതിനാ ഒരു 0 എവിടെയാണ് പോയെന്നറിയോ? ഇതിനകത്തൊരു എല്ലാ എലമെൻസിനകത്തൊരു 10 പുറത്തെടുക്കും. ഇവിടുത്തെ എല്ലാ എലമെൻസിനകത്തൊരു 10 പുറത്തെടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞ്. അടുത്ത ചോദ്യം, ദ പ്രൈസ് ഓഫ് ചീസ് പിസ്സ. ഇവിടെ വളരെ ചുമ്മാ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ദ പ്രൈസ് ഓഫ് പനീർ പിസ്സ, ഇതൊന്നും +1 +2 മാത്തമാറ്റിക്സ് ആയില്ലല്ലോ, പാസേജ് ക്വസ്റ്റൻ ആയതുകൊണ്ട് വന്നതാണ്. കോസ്റ്റ് പ്രൈസ്, ഇത് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അല്ലേ, പ്രോഫിറ്റ് ഔട്ട് പ്രോഫിറ്റ് നോക്കിയാൽ മതി. ഇത് കുഴപ്പമില്ലാത്തൊരു ചോദ്യമാണ്. A rectangle of length x and breadth y is inscribed in a semicircle, fixed radius r as shown in the figure below. Based on the above information answer the following. Area a theta of the rectangle ABCD. ഇവിടെ പിള്ളേരെ അതൊരു സർക്കിളാണ്. നമുക്ക് റെക്ടാംഗുലർ ലെങ്ത് എന്ന് പറയുന്നത് ഇതല്ലേ. അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ കോസ് തീറ്റ എടുക്കും. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ലെങ്തിൻ്റെ പകുതി L/2/r ആണ്. സോ L ഈസ് ഈക്വൽ ടു 2r കോസ് തീറ്റ എന്ന് വരും, ശരിയല്ലേ. L/2 ഈസ് ഈക്വൽ ടു r കോസ് തീറ്റ എന്ന് കിട്ടും.
മാത്രമല്ല സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബ്രെഡ്ത്ത് ബൈ ആർ ആണ്. ശരിയല്ലേ? സോ ബി ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. സോ ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. ലെങ്തും ബ്രെഡ്ത്തും കിട്ടിയാൽ ഏരിയ എന്ന് പറയുന്നത് 2r² LB r² 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ്. സോ r² സൈൻ 2 തീറ്റ എന്ന് കിട്ടും. അടുത്തത് വാല്യൂ ഓഫ് തീറ്റ ഫോർ വിച്ച് a ഡാഷ് തീറ്റ ഈസ് ഈക്വൽ ടു 0. a ഓഫ് തീറ്റ എന്ന് പറയുന്നത് r² സൈൻ 2 തീറ്റയാണ്. r² സൈൻ 2 തീറ്റയാണ് a ഓഫ് തീറ്റ. a ഡാഷ് തീറ്റ എന്ന് പറയുന്നത് r² ഇൻറ്റു സൈൻ 2 തീറ്റയുടെ കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 0 ആകുന്നത് കോസ് 2 തീറ്റ 0 ആകുമ്പോഴാണ്. കോസ് 2 തീറ്റ 2 തീറ്റ പൈ ബൈ 2 ആകുമ്പോഴാണ് 0 ആകുന്നത്. സോ പൈ ബൈ 4 48. ഡയമെൻഷൻസ് എക്സ് വൈ ഓഫ് ദ റെക്ടാങ്കിൾ എ ബി സി ഡി വെയർ ഏരിയ ഈസ് മാക്സിമം. ഏരിയ മാക്സിമം എന്ന് പറയുന്നത് എ ഓഫ് തീറ്റ r² സൈൻ 2 തീറ്റ അല്ലേ. നമുക്ക് ലെങ്ത് കിട്ടിയത് 2r കോസ് തീറ്റയും ബ്രെഡ്ത്ത് കിട്ടിയത് r സൈൻ തീറ്റ എന്നല്ല കിട്ടിയത്, r സൈൻ തീറ്റ ആണ് കിട്ടിയത്. തീറ്റ പൈ ബൈ 4 ആയിരുന്നു. 2r ഇൻറ്റു കോസ് പൈ ബൈ 4 എന്ന് പറയുന്ന 1/√2 മാക്സിമം ഏരിയയ്ക്ക്, r ഇൻറ്റു ഇത് 1/√2. സോ √2r ഉം r/√2. ഡയമെൻഷൻസ് √2r ഉം r/√2. ഓപ്ഷൻ സി. 49. മാക്സിമം ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ സി r² സൈൻ 2 തീറ്റ ആണല്ലോ ഏരിയ. r² ഇൻറ്റു സൈൻ 2 ഇൻറ്റു പൈ ബൈ 4 സൈൻ പൈ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു r² എന്ന് കിട്ടും. ഓപ്ഷൻ സി. 50. പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ വെൻ ഇറ്റ്സ് ഏരിയ ഈസ് മാക്സിമം. ലെങ്ത് ഏരിയ മാക്സിമം വന്നാൽ r/√2 ഉം √2r അല്ലേ. r/√2 ലെങ്ത് പ്ലസ് √2r ബ്രെഡ്ത്ത് ഇൻറ്റു 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √2r പ്ലസ് 2√2r എന്ന് കിട്ടും. √2r പ്ലസ് 2√2r എന്ന് പറയുന്നത് 3√2r. 3√2r എന്ന് പറയുന്ന ഓപ്ഷൻ ഡി. And that was the last question. So the question paper discussion is winding up. Thank you.